മറ്റുള്ളവരുടെ വാക്കുകളും പ്രവൃത്തിയും നിന്റെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്നുണ്ടോ? വിഷമിക്കേണ്ട. നീ നിന്നെ അറിയാൻ ശ്രമിക്കുക. നിന്റെ സന്തോഷം നിന്റെ കൈകളിൽ തന്നെയാണ്. മറ്റുള്ളവരിൽ നിന്ന് ഒന്നും തന്നെ പ്രതീക്ഷിക്കരുത്. നീ ആരാണെന്ന് മറ്റുള്ളവരിൽ നിന്നല്ല നീ അറിയേണ്ടത്. നീ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പാതയിലൂടെ മാത്രം സഞ്ചരിക്കുക. അപ്പോൾ നീ നിന്റെ മനസ്സാക്ഷിയുടെ മുന്നിൽ എന്നും തലയുയർത്തി നിൽക്കുന്നവനാകും. നീ നിന്റെ കഴിവുകളിൽ വിശ്വാസമർപ്പിക്കുക. നീ നിന്റെ സ്വാർത്ഥതയ്ക്കുവേണ്ടി മറ്റൊരാളുടെ സന്തോഷം നശിപ്പിക്കാതിരിക്കുക. എങ്കിൽ പ്രപഞ്ചശക്തി നിന്നോടൊപ്പമുണ്ടാകും. നീ നിനക്ക് അർഹതപ്പെട്ടതു മാത്രം ആഗ്രഹിക്കുക. നിനക്കുള്ളതുകൊണ്ട് സംതൃപ്തനാകുക. നീ നിന്നെ സ്നേഹിക്കുക. നീ നിന്നോട് തന്നെ സത്യസന്ധനായിരിക്കുക. ആവശ്യത്തിലധികം സംസാരിക്കുന്നവനെ മറ്റുള്ളവർ ബഹുമാനിക്കുകയില്ല. ആവശ്യത്തിനു മാത്രം സംസാരിക്കുകയും കൂടുതൽ ചിന്തിക്കുകയും ചെയ്യുന്ന ഒരുവനു മാത്രമേ ബുദ്ധിപൂർവ്വം ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ആവശ്യത്തിലധികം സംസാരിക്കുന്നവനെ മറ്റുള്ളവർ ഒരു വിഡ്ഢിയായി മാത്രമേ കരുതുകയുള്ളൂ. സ്വയം വില കൽപ്പിക്കാത്തവനാണ് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനായി ആവശ്യത്തിലധികം സംസാരിക്കുന്നത്. അതിനാൽ മിതമായി സംസാരിക്കുക. ചിന്തകൾക്ക് പ്രാധാന്യം നൽകുക. അത് നിങ്ങളിലെ ആത്മീയതയെ വളർത്തും. അഭിമാനമുള്ളവനായി ജീവിക്കാൻ നിങ്ങളെ പ്രാപ്തനാക്കും. നിങ്ങൾ ഏകാന്തത അനുഭവിക്കുന്നവരാണോ? അതിൽ നിന്നു മോചനം നേടാൻ ആഗ്രഹിക്കുന്നുവോ? എങ്കിൽ ഇതാ അതിനുള്ള സമയമായിരിക്കുന്നു. ഏകാന്തത എന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. മറ്റൊരാൾ കൂടെയില്ലെങ്കിൽ നിങ്ങൾ ആരുമല്ല, ഒന്നുമല്ല എന്ന ചിന്തയാണ് നിങ്ങളെ ഏകാന്തത എന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ചുറ്റും ഒരുപാട് പേർ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ നിങ്ങൾക്കുവേണ്ടി ചെയ്യാനാഗ്രഹിച്ച എന്തെല്ലാം കാര്യങ്ങളാണ് സമയം കിട്ടാതെ മാറ്റിവെക്കേണ്ടി വന്നത്? നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിങ്ങളെത്തന്നെ ഒന്ന് നോക്കി നിൽക്കുക. നിങ്ങൾ തന്നെ മറന്നുപോയ നിങ്ങളെ നിങ്ങൾക്കവിടെ കാണാൻ കഴിയും. നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിച്ചു തുടങ്ങൂ. നിങ്ങൾ ബാക്കിവെച്ച ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, അവയെക്കുറിച്ച് സംസാരിക്കൂ. നിങ്ങളെ ഏറ്റവുമധികം അറിയുന്ന, മനസ്സിലാക്കുന്ന, അങ്ങേയറ്റം വിശ്വസ്തനായ ഒരേയൊരു സുഹൃത്തിനെയാണ് നിങ്ങൾ ആ കണ്ണാടിയിൽ കാണുന്നത്. നിങ്ങളുടെ ബാല്യം മുതലുള്ള കാര്യങ്ങൾ സംസാരിക്കൂ. നിങ്ങൾ മറന്നുപോയ നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് ചിന്തിക്കൂ. നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് കേന്ദ്രീകരിക്കൂ. ഇനി നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കഴിവുമില്ലെന്ന് തോന്നുകയാണെങ്കിൽ ഒരു കടലാസും പേനയും എടുക്കൂ. നിങ്ങളുടെ കഴിഞ്ഞകാലത്തെ ഓർമ്മകളിലേക്ക് ഒന്ന് തിരിഞ്ഞുനോക്കൂ. ആ ഓർമ്മകളെ കടലാസിലേക്ക് എഴുതാൻ തുടങ്ങൂ. നിങ്ങളുടെ ഭാഷ ഏതുമാകട്ടെ, നിങ്ങൾ എഴുതാൻ മടിക്കരുത്. അത് നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ നൽകുന്ന ഒരു വ്യായാമമായി മാറും. നിങ്ങളുടെ ദുഃഖങ്ങൾ ഒരിക്കലും ആരുമായും പങ്കിടരുത്. പലപ്പോഴും ഒരു ആശ്വാസം കിട്ടാനായിരിക്കും നിങ്ങളത് മറ്റുള്ളവരോട് പറയുന്നത്. എന്നാൽ കൂടുതൽ പേരും അത് കേട്ട് സന്തോഷിക്കുന്നവരായിരിക്കും. നിങ്ങളോട് ആശ്വാസവാക്കുകൾ പറഞ്ഞിട്ട് നിങ്ങളുടെ ദുഃഖങ്ങളെക്കുറിച്ച് അവർ മറ്റുള്ളവരോട് പറഞ്ഞു ചിരിക്കും. മാത്രമല്ല, അവസരം കിട്ടുമ്പോൾ നിങ്ങളെ അത് പറഞ്ഞുകുത്തി നോവിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യുന്നതിലൂടെ അവർ സന്തോഷം കണ്ടെത്തുകയും ചെയ്യും. നിങ്ങളുടെ വേദനകൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തി നൽകാൻ കഴിയാത്തവരുമായി ദുഃഖങ്ങൾ പങ്കുവയ്ക്കാതിരിക്കുക. ഓർക്കുക, കരയുന്ന നിങ്ങളെ കാണാനാണ് മറ്റുള്ളവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അവരുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് ജീവിക്കാൻ പഠിക്കുക. നിങ്ങളെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരുമായി മാത്രം ദുഃഖങ്ങൾ പങ്കുവയ്ക്കുക. സ്വയം മറ്റുള്ളവരുടെ മുന്നിൽ അപഹാസ്യരാകാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾ ചെയ്യാത്ത തെറ്റുകൾ നിങ്ങളുടെ മേൽ ആരോപിക്കുന്നവരുടെ ലക്ഷ്യം ഒന്നുമാത്രമാണ്. അത് നിങ്ങളെ മാനസികമായി തളർത്തുക എന്നത് മാത്രമാണ്. മറ്റുള്ളവർ അവരുടെ തെറ്റുകൾ മറച്ചുവയ്ക്കുന്നതിനും അവരുടെ തെറ്റുകൾ നിങ്ങൾ ചോദ്യം ചെയ്യാതിരിക്കുന്നതിനും വേണ്ടിയാണ് നിങ്ങളുടെ മേൽ നിരന്തരം ആരോപണങ്ങൾ അഴിച്ചുവിടുന്നത്. അവരെ തോൽപ്പിക്കാനുള്ള ഏകവഴി അവരുടെ വാക്കുകളെ അവഗണിക്കുക എന്നുള്ളതാണ്. അവരുടെ വാക്കുകൾ കേട്ടതായിപ്പോലും നടിക്കരുത്. അവരുടെ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഊർജ്ജം നഷ്ടപ്പെടുത്തരുത്. കാരണം നിങ്ങൾക്കറിയാവുന്നതുപോലെ അവർക്കുമറിയാം അവരുടെ ആരോപണങ്ങൾ വ്യാജമാണെന്ന്. പിന്നെ നിങ്ങൾ എന്തിനാണ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്? ഒരുപക്ഷേ അവരുടെ ആരോപണങ്ങളിൽ നിങ്ങളുടെ മനസ്സിന് മുറിവേറ്റാലും അത് അവരുടെ മുന്നിൽ കാണിക്കരുത്. നിങ്ങളെ അത് ബാധിക്കുന്നതേയില്ല എന്ന ഭാവത്തിൽ നിൽക്കണം. അതാണ് ഇങ്ങനെയുള്ളവരോട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രതികാരം. മറിച്ച് അവരുടെ മുന്നിൽ നിങ്ങൾ കരയുകയോ നിങ്ങൾ ആ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ അവർ വിജയിക്കും. അവർ വീണ്ടും വീണ്ടും നിങ്ങളുടെ മേൽ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കും. ഇനി നിങ്ങൾ തീരുമാനിക്കുക, അഭിമാനത്തോടെ ജീവിക്കണോ അതോ അപമാനിതരായി ജീവിക്കണോ എന്ന്. ഒരിക്കൽ നിങ്ങളെ ചതിച്ചവരെ പിന്നീടൊരിക്കലും വിശ്വസിക്കരുത്. കാരണം അവരുടെ ചതി നിങ്ങൾ ഒരിക്കൽ ക്ഷമിക്കുമ്പോൾ നിങ്ങളുടെ നന്മകൊണ്ട് അയാളോട് ക്ഷമിക്കുകയാണെന്നോ അയാൾക്ക് നന്നാകാൻ ഒരവസരം നൽകുകയാണെന്നോ അല്ല അയാൾ കരുതുന്നത്. മറിച്ച് നിങ്ങൾ ഒരു വിഡ്ഢിയാണെന്നും അതുകൊണ്ടാണ് നിങ്ങൾ അയാളെ വീണ്ടും വിശ്വസിക്കുന്നതെന്നും മാത്രമാണ് അയാൾ കരുതുന്നത്. അതുകൊണ്ടുതന്നെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അവർ നിങ്ങളെ വീണ്ടും വീണ്ടും ചതിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിൽ നന്മയുള്ള ഒരാൾ ഒരിക്കലും മറ്റൊരാളെ ചതിക്കുകയില്ല. ഒരാളെ ചതിച്ചവർ വീണ്ടും എത്ര തവണ വേണമെങ്കിലും
എത്ര പേരെ വേണമെങ്കിലും യാതൊരു കൂസലുമില്ലാതെ ചതിച്ചുകൊണ്ടിരിക്കും. ഓർക്കുക, നിങ്ങൾ അവസരം കൊടുത്താൽ മാത്രമേ മറ്റൊരാൾക്ക് നിങ്ങളെ ചതിക്കാൻ അവസരം കിട്ടുകയുള്ളൂ. ഒരിക്കൽ നിങ്ങളെ ചതിച്ച ഒരാളോട് നിങ്ങൾ ക്ഷമിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ ആ ചതി നിങ്ങൾ ഒരിക്കലും മറക്കരുത്. വീണ്ടും അയാളെ വിശ്വസിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിന്റെ സുരക്ഷ നിങ്ങളുടെ കയ്യിലാണ്. ആ സുരക്ഷയുടെ താക്കോൽ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കരുത്. ആ താക്കോൽ നിങ്ങളുടെ കൈകളിൽ തന്നെ സൂക്ഷിച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ നന്മയുള്ളവരായിരിക്കുക. എന്നാൽ ആ നന്മ എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കരുത്. തിന്മ ചെയ്യുന്നവരെ തിരിച്ചറിയുന്നതിനുള്ള വിവേകമുള്ളവരാകുക. ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും.